ദീർഘദൂര യാത്രകൾ പ്ലാൻ ചെയ്തതിനു ശേഷം തീയതി മാറ്റേണ്ടി വന്നാൽ ബുക്ക് ചെയ്ത ടിക്കറ്റ് റദ്ദ് ചെയ്ത് പുതിയ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയായിരുന്നു ഇതുവരെയുള്ള രീതി. എന്നാൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് തീയതി മാറ്റി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിനി ടെൻഷൻ വേണ്ട. കാരണം പണം നഷ്ടപ്പെടാതെ തന്നെ യാത്രാ തീയതി മാറ്റാവുന്ന തരത്തിലുള്ള ക്രമീകരണം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയിരിക്കുന്നത്. മുൻകൂർ ബുക്ക് ചെയ്ത് കൺഫേം ആയ യാത്രാ ടിക്കറ്റുകളാണ് ഇനി മുതൽ അധിക തുക നൽകാതെ തന്നെ മറ്റൊരു തീയതിയിലേക്ക് മാറ്റാൻ സാധിക്കുക. ജനുവരി മുതൽ പുതിയ നയം പ്രാബല്യത്തിൽ വരുമെന്ന് റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. നിലവിലെ ടിക്കറ്റ് റദ്ദ് ചെയ്യൽ നടപടികൾ അനുസരിച്ച് ബുക്ക് ചെയ്ത ട്രെയിൻ പുറപ്പെടുന്നതിന് 48 മണിക്കൂർ മുതൽ 12 മണിക്കൂർ മുൻപ് വരെ ടിക്കറ്റ് റദ്ദാക്കിയാൽ യാത്രാക്കൂലിയുടെ 25% റദ്ദ് ചെയ്യൽ ചാർജ് ഈടാക്കി ബാക്കി തുക തിരികെ ലഭിക്കും. എന്നാൽ റിസർവേഷൻ ചാർട്ടുകൾ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം റദ്ദ് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് യാതൊരു വിധത്തിലും പണം ലഭിക്കാറില്ല. ഈ നടപടിക്രമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും ജനുവരി മുതലുള്ള മാറ്റം. നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റ് പുതിയ തീയതിയിലേക്ക് മാറ്റുമ്പോൾ പുതിയ ടിക്കറ്റുകൾ ലഭിക്കുക സീറ്റ് ലഭ്യത കൂടി കണക്കിലെടുത്തായിരിക്കും. പുതിയ ടിക്കറ്റിന് ചാർജ് അധികമാണെങ്കിൽ യാത്രക്കാർ ആ തുക നൽകണം. നിലവിൽ യാത്രാ തീയതി മാറ്റേണ്ട സാഹചര്യം ഉണ്ടാവുമ്പോൾ റദ്ദാക്കുന്ന സമയത്തെ ആശ്രയിച്ച് ക്യാൻസലേഷൻ ചാർജും യാത്രക്കാർ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഈ സമ്പ്രദായം അന്യായമാണെന്നും യാത്രക്കാരുടെ താൽപര്യത്തിനെതിരായിരുന്നു ഈ നടപടിയെന്നും റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. പുതിയ സംവിധാനം വരുന്നതോടെ ട്രെയിൻ യാത്ര കൂടുതൽ സൗകര്യപ്രദമാവുമെന്നതിൽ സംശയം വേണ്ട.